Hi all, welcome back to my channel Learning Low. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിനെ പറ്റിയിട്ടാണ്. ഹാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്ലഡ് പമ്പിംഗ് ആയിട്ടുള്ള ഓർഗൻ ആണ്. ആ ഒരു ഹാർട്ടിൻ്റെ സൈസ് എത്രയുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ ഒരു ചെറിയ അനാട്ടമിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അതിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ഹാർട്ടിൻ്റെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാർഡിയാക് സൈക്കിളും ഡബിൾ സർക്കുലേഷനും ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം, അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഓർഗൻ ആണ് ഹാർട്ട്. ഹാർട്ട് കൂടാതെ തന്നെ ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ക്ലോസിംഗ് ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ്, എ മസ്കുലാർ ചാമ്പേർഡ് ഹേർട്ട്, ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ്. ഇതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്ന ഹാർട്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഹാർട്ടിൻ്റെ ഒറിജിനാണ്. ഹാർട്ട് നമുക്കറിയാം ഒരു മീസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് തൊറാസിക് ക്യാവിറ്റിയിലാണ്. രണ്ട് ലങ്സുകൾക്കിടയിലായിട്ട് ലെഫ്റ്റിലോട്ട് ഒന്ന് ചെരിഞ്ഞാണ് നമ്മുടെ ഹാർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷനെ നമ്മൾ മീഡിയാസ്റ്റിനം എന്നാണ് പറയാറുള്ളത്. ഇനി അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ക്ലെഞ്ച്ഡ് ഫിസ്റ്റിൻ്റെ അത്രയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സൈസ് വരുന്നത്. ഇനി ഒരു ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റോരം ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മെംബ്രെയിനസ് ബാഗ് ഉണ്ട്. അതിനെ പെരികാർഡിയം എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ്സും പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് ചാമ്പേഴ്സ് ആണ്. നമ്മുടെ ഹാർട്ടിന് 4 ചാമ്പേഴ്സ് ആണ് വരുന്നത്. 2 ആട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾസ്. 2 ചെറിയ അപ്പർ ചാമ്പേഴ്സിനെയാണ് നമ്മൾ ആട്രിയ എന്ന് പറയുന്നത്. ആൻഡ് 2 ലാർജർ ലോവർ ചാമ്പേഴ്സിനെയാണ് നമ്മൾ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് ഒരു സമറൈസേഷൻ വിത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് സെക്ഷൻ വ്യൂ ഓഫ് എ ഹാർട്ടാണ്. ഞാനിവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ 4 ചാമ്പേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഉള്ളത് എന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആട്രിയാസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിൻ മസ്കുലാർ വാൾ ഉണ്ട്. അതിനെ നമ്മൾ ഇൻറ്റർ ആട്രിയൽ സെപ്റ്റം എന്ന് പറയും. അതുപോലെ തന്നെ തിക് വാൾഡ് ആയിട്ടുള്ള ഇൻറ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം നമുക്കുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെയിം സൈഡിൽ വരുന്ന ആട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അപ്പോൾ ഇത്രയും ടേംസ് ഒന്ന് ക്ലിയർ ആയി നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഇൻറ്റർ ആട്രിയൽ സെപ്റ്റം, ഇൻറ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം, ആട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം, ഏതൊക്കെയാണ് തിൻ വാൾഡ്, ഏതൊക്കെയാണ് തിക്ക് വാൾഡ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ആ ഒരു പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻസ്, അതിൻ്റെയൊക്കെ ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സുപ്പീരിയർ വീനക്കാവ. ഡീഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡിനെ ഹെഡിൽ നിന്നും ഹാൻഡ്സിൽ നിന്നും റൈറ്റ് ആട്രിയത്തിലോട്ട് എത്തിക്കുന്നതാണ് സുപ്പീരിയർ വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഓക്സിജൻ ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ട്രങ്കിൽ നിന്നും ലെഗ്സിൽ നിന്നും റൈറ്റ് ആട്രിയത്തിൽ എത്തിക്കുന്നതാണ് ഇൻഫീരിയർ വീനക്കാവ. ആട്രിയത്തിൻ്റെ സ്പെല്ലിങ് ATRIUM ആണ് സുപ്പീരിയർ വീനക്കാവയിൽ. അതുപോലെ തന്നെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് BLOOD ആണ്. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പൾമണറി ആർട്ടറി. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് ലങ്സിനോട്ട് കൊടുക്കുന്നതാണ് പൾമണറി ആർട്ടറിയുടെ ഫംഗ്ഷൻ. എന്നാൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് കൊടുക്കുന്നതാണ് പൾമണറി വെയിൻസിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് അയോട്ട. ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ലെഫ്റ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് ബോഡി പാർട്സിലോട്ട് എത്തിക്കുകയാണ് അയോട്ടയുടെ ഫംഗ്ഷൻ. ഹാർട്ടിൻ്റെ സ്വന്തമായിട്ടുള്ള ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്നും കൊറോണറി വെയിൻസ് എന്നും പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിലോട്ടാണ് പോകുന്നത്. നമ്മുടെ എൻറ്റയർ ഹാർട്ട് മസിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് കാർഡിയാക് മസിൽസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ആട്രിയയുടെ വോൾസിനേക്കാളും തിക്കറാണ് വെൻട്രിക്കിൾസിൻ്റെ വോൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹാർട്ടിൽ ഒരു സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോഡൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് നോഡൽ ടിഷ്യൂസ് എന്ന് നോക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് നോഡൽ ടിഷ്യൂസ്. നോഡൽ ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് കണ്ടക്ട്സ് കാർഡിയാക് ഇമ്പൾസസ് ടു മയോകാർഡിയം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള പാത്വേ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സൈനോ ആട്രിയൽ നോഡിൽ നിന്ന് ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് വഴി AV ബണ്ടിൽ,
റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, പെർക്കിഞ്ചെ ഫൈബേഴ്സ്, വെൻട്രിക്കുലാർ മയോകാർഡിയം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാത്വേ വരുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് SAN. SAN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനോ ആട്രിയൽ നോഡാണ്. അതിൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദ റൈറ്റ് ആട്രിയത്തിലാണ് സൈനോ ആട്രിയൽ നോഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. AVN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്രിയോ വെൻട്രിക്കുലാർ നോഡാണ്. ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ആട്രിയത്തിലാണ് ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ബണ്ടിൽ ഓഫ് ഹിസ് ആണ്. ഈ ഒരു ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AV ബണ്ടിലിനെയും ബണ്ടിൽ ഓഫ് ബ്രാഞ്ചസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. നമ്മൾ സൈനോ ആട്രിയൽ നോഡിനെ പറ്റി പറഞ്ഞു. ഈ ഒരു സൈനോ ആട്രിയൽ നോഡിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഇറ്റ് ക്യാൻ ജനറേറ്റ് മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യലിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് സൈനോ ആട്രിയൽ നോഡിനാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ് പറയാറുള്ളത്. 70 to 75 മിനിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനീഷ്യേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റിതമിക് കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർട്ടിൻ്റെ വാൾവുകളെ പറ്റിയാണ്. ഫസ്റ്റ് AV വാൾവ്. അതിൽ വരുന്നതാണ് ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും. റൈറ്റ് ആട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ട്രൈകസ്പിഡ് വാൾവും. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ റൈറ്റ് AV വാൾവ് എന്ന് പറയും. ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ബൈകസ്പിഡ് വാൾവ് ഓർ മൈട്രൽ വാൾവ് ഓർ ബൈഷോപ്സ് ആണ്. അതിനെ നമ്മൾ ലെഫ്റ്റ് AV വാൾവ് എന്ന് പറയും. എന്താണ് ഈ ഒരു വാൾവുകളുടെ ഫംഗ്ഷൻ? ഈ ഒരു വാൾവുകൾ ഹാർട്ടിൽ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ബ്ലഡിനെ ഫ്ലോ ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് പ്രിവെൻറ്റ് ചെയ്യലാണ് ഇവരുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് സെമി ലൂണാർ വാൾവാണ്. അതിൽ വരുന്നതാണ് ആർട്ടിക് വാൾവും പൾമണറി വാൾവും. ആർട്ടിക് വാൾവ് ഇരിക്കുന്നത് അയോർട്ടയുടെ മൗത്തിലാണ്. പൾമണറി വാൾവ് ഇരിക്കുന്നത് അറ്റ് ദ മൗത്ത് ഓഫ് പൾമണറി ആർട്ടറി. എല്ലാവരുടെയും ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നാണ്. കാർഡിയാക് സൈക്കിൾ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും എന്താണ് വാൾവുകളുടെ ഫംഗ്ഷൻ എന്നത്. നെക്സ്റ്റ് വരുന്നത് കോഡേറ്റെൻറ്റിനെ. കോഡേറ്റെൻറ്റിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AV വാൾവിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതാണ് കോഡേറ്റെൻറ്റിനയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താഴെ കൊടുക്കുന്ന ഇൻസ്റ്റഗ്രാം പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാർഡിയാക് സൈക്കിളിനെ പറ്റിയിട്ടും ഡബിൾ സർക്കുലേഷനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.